എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതുപോലെ തന്നെ DHI, അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ, അതായത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ചലാൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ റീ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതും അതിനുശേഷം മാത്രം അതുപോലെ ഫീ പേയ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ അതിനുശേഷം മാത്രം എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐഡിയും അറിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പറും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ഐഡിയും നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് ലഭ്യമാകുന്നതാണ്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ഐഡി DOB മൊബൈൽ നമ്പർ എന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനായിട്ട് നിങ്ങൾ ലോഗിൻ എന്നുള്ള ആ ഒരു സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യുവർ അലോട്ട്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങളുടെ ഫോൺ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് പിടിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗം ഈ ഒരു രീതിയിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെന്റ് എന്നും, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് നമ്പർ 1 എന്നും കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നോ അലോട്ട്മെന്റ് എന്നാണ് കാണാൻ പറ്റുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അലോട്ട്മെന്റ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ഡേറ്റ്, അതുപോലെ ഏത് കോട്ടയിലാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഓപ്ഷൻ നമ്പർ എന്നും എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതുപോലെ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് ഞാൻ SC കാറ്റഗറിയാണ്, അപ്പോൾ എനിക്ക് കിട്ടിയ കോട്ട എന്ന് പറയുന്നത് SM കാറ്റഗറിയാണ് എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അതായത് നിങ്ങൾ 2 റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടാവും. അതായത് ഒന്ന് സ്റ്റേറ്റ് മെറിറ്റും അതുപോലെ തന്നെ ഒന്ന് കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾ ഏത് കോട്ടയിലാണ്, അതായത് SC ആണോ ST ആണോ, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്, അതനുസരിച്ച് നിങ്ങൾ ഏത് കോട്ടയിലാണ് ഉൾപ്പെടുന്നത് അതനുസരിച്ച് ആ ഒരു കോട്ടയിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ആ ഒരു കോട്ടയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള ഒരു റാങ്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഒന്നുമില്ല. കാരണം സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് SC കാറ്റഗറിയാണ്, എന്നാൽ കിട്ടിയിട്ടുള്ളത് SM കാറ്റഗറിയിലാണ്. അത് SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്, കാറ്റഗറിയല്ല, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അതിൽ കോമൺ റാങ്ക് ലിസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് കിട്ടിയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അത് പ്രത്യേകിച്ചൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല എന്നുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് സീറ്റിലായിരുന്നാലും പ്രത്യേകിച്ച് അതൊന്നും പ്രോബ്ലം അല്ല, അത് പ്രത്യേകിച്ച് കാര്യമാക്കേണ്ട ഇതില്ല. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കോളേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് പേയ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേയ്മെന്റ് മെത്തേഡ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ഫെഡറൽ ബാങ്ക് ചലാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്റ്റഡ് ആണ്. അതിനുശേഷം പ്രിന്റ് ചലാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ചലാൻ പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൾഡറിലേക്ക് പോകുക. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ഡയറക്ടറി ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതായത് മൈ ഫയൽസ് അല്ലെങ്കിൽ ഫയൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പേരുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സാധാരണ അതിൽ നിങ്ങൾ ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ്സ് എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ചലാൻ കാണാൻ പറ്റും. അത് ചലാൻ ആ ഒരു PDF ഫയൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ വീട്ട് അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പേര്, അലോട്ട്മെന്റ് നമ്പർ എത്രയാണ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് എത്രയാണ്, അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 10,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെന്റ് ആയിട്ട് അടക്കേണ്ടത്. SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 100 രൂപയോളമാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കോളേജിൽ DPharmനാണ് കിട്ടിയതെങ്കിൽ 6,800 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ മറ്റ് കോഴ്സുകളാണ് കിട്ടുന്നതെങ്കിൽ 7,240 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ ഏത് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു
അതായത് 10,000 രൂപയാണ് ഫീ വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ 7,240 രൂപയും, DPharm ആണ് ഗവൺമെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ 6,800 രൂപയും. നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാലും 100 രൂപ മാത്രമാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അറിയാനായിട്ട് നിങ്ങൾ ചലാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരിക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് നെറ്റ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് UPI എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതായത് ക്രെഡിറ്റ് കാർഡാണോ, നെറ്റ് ബാങ്കിങ് ആണോ, ഡെബിറ്റ് കാർഡാണോ, UPI ആണോ എന്നുള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നൽകാണ്ടാവും. UPI ആണെങ്കിൽ UPI ID കൊടുക്കാണ്ടാവും. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ കാർഡിൻ്റെ നമ്പർ, അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഹോൾഡർ നെയിം, അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് അത് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബാങ്ക് വഴിയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ പോയിക്കൊണ്ടും നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. എത്ര രൂപയാണെന്നുള്ളത് നിങ്ങളുടെ ചലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ കൺഫേം ചെയ്തു. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേംഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഹോം പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 12ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 11 ആ ഒരു ഓപ്ഷനുകളാണ് നിലവിൽ അവൈലബിൾ കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻസ് എന്നുള്ളതിൽ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ കാണിക്കുക. ഇപ്പോൾ 12ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 11 വരെയും, നിങ്ങൾക്ക് ഇപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഒന്നാമത്തെ ആ ഒരു ബാക്കിയുള്ള ഒരു ഓപ്ഷനും, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു 50ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 49 വരെയുള്ള ഓപ്ഷൻസും കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകൾ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ഏകദേശം 3 തരത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻ്റ് ആണ് ചെയ്യാറുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ മുഴുവൻ ഹയർ ഓപ്ഷൻസും അവിടെ നിലനിർത്തുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ മാറാം എന്നുള്ള രീതി ഉണ്ടാവും. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻ മുഴുവൻ അതേപോലെ നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് നിലനിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത് എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് വേണ്ട എന്ന് വെക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകൾ വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് തന്നെ മതി, ഇനി മറ്റൊരു ഓപ്ഷനിലേക്ക് എന്നെ പരിഗണിക്കപ്പെടേണ്ട എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ റിമൂവ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഓപ്ഷനും റിമൂവ് ചെയ്ത് കൊടുക്കുക. അതായത് ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ സെലക്ടഡ് കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻസിൽ നിങ്ങൾ ഫുൾ ഓപ്ഷൻ റിമൂവ് ചെയ്തത് കൊണ്ട് തന്നെ നോ ഓപ്ഷൻ സെലക്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമാണ് സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമായിട്ടാണ് റിമൂവ് ചെയ്തതെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രം ഈ ഒരു ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാ ഓപ്ഷനും നിലനിർത്തണം, എന്നാൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു അവൈലബിൾ കോളേജ് ഓർ കോഴ്സസ് ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഏത് ഓപ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതനുസരിച്ച് നിങ്ങൾ വീണ്ടും ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത രീതിയിൽ ഓപ്ഷൻസ് ഇവിടെ സേവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് മാത്രം റിമൂവ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. അതുപോലെ എല്ലാ ഓപ്ഷനെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനെയും അവിടെ നിലനിർത്തുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തന്നെ മതി, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ടും ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവിൽ ക്ലിക്ക് ചെയ്ത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഒറ്റ ഓപ്ഷൻ കാണാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 12ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇനി ആ ഒരു വിദ്യാർത്ഥിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ 2ാമത്തെ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ 2ാമത്തേത് വേണ്ട ജസ്റ്റ് ഒരു 7ാമത്തെ ഓപ്ഷനിലേക്കാണ് മാറ്റം കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ മാറ്റം ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുകയും അതിനുശേഷം ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് അവിടെയായിരിക്കും നിങ്ങൾക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുക. ഇനി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ വേറൊരു കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടെ അടച്ച ഫീസ് ആ ഒരു പുതുതായിട്ട് എവിടെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടേക്ക് നിങ്ങൾക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഇനി അതേസമയം വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 12ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് തന്നെ അവിടെ നിലനിൽക്കും, അത് നഷ്ടപ്പെടുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റദ്ദ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മറ്റൊരു പുതിയൊരു കോളേജിലേക്ക് മാറ്റം ഉണ്ടാവില്ല.
എന്നാൽ ഇപ്പോൾ ലഭിച്ച നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് സെക്യൂർ ചെയ്ത ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അവിടെ തേർഡ് അലോട്ട്മെന്റ് ശേഷം അഡ്മിഷൻ നേടാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഫീ പേയ്മെന്റ് സംബന്ധിച്ചും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുക എന്നുള്ളത് സംബന്ധിച്ചും അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സമയത്ത് ഫീ പേയ്മെന്റ് ചെയ്താൽ മതി. ഈ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് എവിടെയും കിട്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥി നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയിട്ടുള്ള കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാവുന്നതും ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതുമാണ്. അതുപോലെ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക്, അതായത് കിട്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടെങ്കിൽ വേണ്ടാത്ത ഓപ്ഷനുകളെ മാത്രം റിമൂവ് ചെയ്ത് സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിനായിട്ട് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ